ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ജീവിതം സാക്ഷി തുടങ്ങിയാണ്. ആദ്യമായിട്ട് നമുക്ക് ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നിവിടെ കുറെ വിചിത്രമായ, നമുക്ക് കേട്ടാൽ ഭയവും അത്ഭുതവും തോന്നുന്ന കുറെ സംഭവങ്ങളുമായിട്ടാണ് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നത്. പേര് സാബി, ഇടുക്കിയിൽ നിന്ന് വരുന്നു. 12 വർഷം വിവാഹം ചെയ്തൊരു പുരുഷനോടൊപ്പം ജീവിച്ചു. 3 വർഷമായി പിരിഞ്ഞിരിക്കുന്നു. അവർക്ക് കുറെ പറയാനുണ്ട്, നമുക്ക് കേൾക്കാം. സാബി വരൂ. ജീവിതം സാക്ഷി, ജീവിതം. സാബിക്ക് 2 കുട്ടികളല്ലേ? എത്ര ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? 2 ആൺകുട്ടികൾ. 2 ആൺകുട്ടികൾ. എത്ര പഠിക്കുന്നു? മൂത്തയാള് 4, ഇളയാള് 2. 4ലും 2ലും. സ്കൂളിൽ അവിടെ തന്നെ ഇടുക്കി തന്നെ പൊക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. ആ, ഇപ്പൊ താമസിക്കുന്നത് എവിടാ? ഇപ്പം മുതലക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്ത്. മുതലക്കുളം. മുതലക്കുടം. ഓ ഹോ ഹോ. ആ, അപ്പൊ നേരത്തെ താമസിച്ചിരുന്നതോ? ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിരുന്നത് മലയിഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണോ താമസിക്കുന്നത്? എനിക്ക് അച്ഛനില്ല. അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ആ, അമ്മ നാട്ടിലാണ്. ഞാനിപ്പോ ഒരു ഹോട്ടലെടുത്ത് നടത്തുവാണ്. അപ്പൊ അതിനടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുന്നു. അവിടെ താമസിക്കും. ആരൊക്കെ ഉണ്ട് ഇപ്പം? അമ്മയുണ്ട് കൂടെ? ഇല്ല, എൻ്റെ മോനും ഞാനും മാത്രമേ ഉള്ളൂ. മോനും ഞാനും എന്ന് പറയുമ്പോ? ഇളയ മോൻ. മൂത്തയാള് ഹസ്ബൻഡിന്റെ കൂടെ. ഓ, അതെ. എങ്ങനെ തീരുമാനിച്ചു? ആര് തീരുമാനിച്ചു അങ്ങനെ മൂത്താൾ പോവാൻ? അത് അവര് കേസ് കൊടുത്ത്, കേസ് എക്സ്പാർട്ടി ആയിട്ട് വിധിയായി. 1 വർഷമായിട്ട് മോൻ അവിടെയാണ്. അവരെന്നെ കാണാനൊന്നും അനുവദിക്കുന്നില്ല. ഓ, ഞാൻ പോയിരുന്നു. എൻ്റെ വക്കീൽ ഹാജരായില്ല. അവര് ലാസ്റ്റ് കേസ് തോറ്റു കഴിഞ്ഞപ്പം എനിക്ക് ഫീസ് തിരിച്ചു തന്നു. ഏത് കോടതിയിലായിരുന്നു കൊടുത്തിരുന്നത്? തൊടുപുഴ ഫാമിലി കോർട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് നോട്ടീസ് വന്നില്ലായിരുന്നോ? നോട്ടീസ് വന്നു, പക്ഷെ അവരെന്നെ അറിയിച്ചില്ല. അങ്ങനെ എക്സ്പാർട്ടി ആയിട്ടാണ് ഓർഡർ വന്നത്? അതെ. അല്ല, സാബി പറയൂ. സാബി എത്രാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്ത? പിന്നെ 18ാമത്തെ വയസ്സിൽ. 18ാമത്തെ വയസ്സിൽ. വീട്ടില് അമ്മയും വേറെ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടില് അമ്മയും ചേച്ചിയും അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനും ഉണ്ടായിരുന്നു. ചേച്ചി വിവാഹം കഴിച്ച് അയച്ചു? ഇല്ലായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ചേച്ചി വീട്ടിലുണ്ടായിരുന്നു. അവൾ പഠിക്കുവാണ്. പഠിച്ചു കഴിഞ്ഞ് കല്യാണം മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാബി എതുവരെ പഠിച്ചു? ഞാൻ SLC പാസ്സായതേ ഉള്ളൂ. പിന്നെ പഠിക്കാൻ താല്പര്യം ഉണ്ടായില്ല? അല്ല, അത് കഴിഞ്ഞ് വീട്ടിൽ പഠിക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. കഴിഞ്ഞൊരു തമിഴ്നാട്ടില് ഒരു ഹോസ്പിറ്റൽ അറ്റൻഡറായിട്ട് ജോലി കിട്ടി. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. തമിഴ്നാട്ടിൽ എവിടാ? തമിഴ്നാട്ടിൽ തിരുച്ചിയിൽ. എത്ര വർഷം ജോലി ചെയ്തു അവിടെ? 1.5 വർഷത്തോളം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ വിവാഹം? അല്ല, അത് കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിർത്തി. അവർ ലണ്ടനിൽ പോയി. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ എനിക്ക് ഗോവയിൽ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ജോലി വാങ്ങി തന്നു. അവിടെ ഒരു 1.5 വർഷത്തോളം ജോലി ചെയ്തു. അപ്പോൾ ജോലി ചെയ്ത് ആ പൈസയിൽ കുറച്ച് പൈസ വീട്ടിൽ കൊടുത്തു, കുറച്ച് പൈസ ഞാൻ സ്വർണം വാങ്ങി. അപ്പോൾ ഇവരെൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മയെടുത്ത് കല്യാണം കഴിച്ചു തരാമോ എന്ന് ചോദിച്ചു. അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തിരിച്ച് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തതാണ്. എൻ്റെ വീട്ടുകാരെ സമ്മതം ഇല്ലാണ്ട് ഞാൻ അവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി പാല രാമപുരം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിച്ച് അവരുടെ വീട്ടിലോട്ട് പോയി. സാബി ജോലിക്ക് അങ്ങോട്ട് പോവാൻ ഗോവയിലല്ലേ, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കല്യാണത്തിന്റെ പ്രപ്പോസൽ വന്നത്. അതിന് മുൻപൊന്നും ഈ ഇദ്ദേഹത്തിനെ, അഭയദേവിനെ അറിയാം. എൻ്റെ കൂട്ടുകാരിയുടെ വകയിലൊരാങ്ങളെ. അവളുടെ വീട്ടിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് എൻ്റെ വീട്ടിൽ വർഷങ്ങൾ കഴിഞ്ഞ് വന്ന് കല്യാണം ആലോചിച്ച് എൻ്റെ അമ്മ എടുത്ത്. വീട്ടുകാർക്ക് എന്തുകൊണ്ടാണ് താല്പര്യം ഇല്ലാതിരുന്നത്? ഞങ്ങൾ രണ്ട് കാസ്റ്റ് ആയതുകൊണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ അവരുടെ പിന്നീട് അമ്മയ്ക്ക് അത് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു അയാളുടെ സ്വഭാവം കൊള്ളില്ല, എനിക്കതുകൊണ്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ജാതി ഒന്നല്ല എന്ന് തന്നെ പറഞ്ഞത്. ഒന്നല്ല, പിന്നെ എന്തുകൊണ്ടാണ് അത് തന്നെ നടത്തണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഓണം വിഷു ഒന്നും വന്നാലും എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് അത്രയും ചെറുപ്പത്തിൽ നാട് വിട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. അല്ല സാബി, അപ്പൊ ഈ വിവാഹം ചെയ്യണ്ടെന്ന് പറഞ്ഞതിന് സാബിയുടെ വരുമാനവും കൂടെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും? വീട്ടില് അമ്മ വീട്ടുപണിക്കൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് സ്വർണം വാങ്ങിച്ചോളാൻ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, ആ കാശ് കൊണ്ട് നിങ്ങളുടെ സ്വന്തം എല്ലാം വാങ്ങിച്ചോളൂ, അല്ലാതെ ഒരു മനഃപൂർവ്വം അങ്ങനെ വീട്ടിൽ നിന്ന് എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും രണ്ടുപേരുടെ അടുത്തുനിന്നും നന്നായിട്ട് സ്നേഹം കിട്ടിയിട്ടില്ല. അതെന്താ അങ്ങനെ? എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ ചേച്ചിയെ പഠിപ്പിക്കുകയും പിന്നെ സാബിയെ ജോലിക്ക് പഠിക്കാതെ
ജോലിക്ക് അയക്കുകയും ചെയ്ത് എന്തുകൊണ്ടാ? 10 ആദ്യത്തെ വർഷം 10 ഞാൻ ഫെയിലായിരുന്നു. കഴിഞ്ഞ് പിന്നെ പോകണ്ടെന്ന് പറഞ്ഞു. ഒന്നോടെ എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വെച്ചാൽ ആ വർഷം അച്ഛന് സുഖമില്ലാത്തതാണ് ഒത്തിരി ഹാജര് പോയി സ്കൂളിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒന്നോടെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോകണ്ട, ഇനി എഴുതണ്ടെന്ന് പറഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വീട്ടിലുണ്ടായിരുന്നതാണോ? അല്ലേ? ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എന്നെ വിടാൻ പാടില്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ ജോലി സ്ഥലത്തേക്ക് പോകണ്ടെന്ന് തോന്നിയത് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു, പഠിക്കാൻ പറ്റിയില്ല, ജോലിക്ക് എന്തായാലും പോയി. ആ പോയ സ്ഥലത്ത് വീണ്ടും അങ്ങോട്ട് പോകണ്ട എന്ന് തോന്നുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ വല്ലതും? അവിടെ ജോലി സ്ഥലത്തൊന്നുമില്ല. എനിക്ക് ഒരിക്കലും ഒരു വിശേഷ സമയത്ത് എൻ്റെ വീട്ടില് എൻ്റെ സ്വന്തക്കാരെടുത്തൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. അതാണ് പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ മാനസികമായിട്ട് പറയാം അങ്ങനെ ഇല്ല. അപ്പൊ അച്ഛനും അമ്മയും പഠിപ്പിച്ചില്ല, വീണ്ടും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം കഴിക്കാൻ ഒരു കാരണം? അത്രേ ഉള്ളൂ. അല്ലാതെ ഈ അഭയദേവനോട് പ്രത്യേക താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ലായിരുന്നു. അയാളല്ല ആരായാലും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ മതി, അങ്ങനെ ഞാൻ ഓർത്തുള്ളൂ. അത്രേ ഓർത്തിട്ടുള്ളൂ. എന്നിട്ട് കല്യാണം നല്ല രീതിയിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ നന്നായിട്ട് നടത്തി. ഈ ആള് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയടുത്ത് വന്നപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവരുടെ അമ്മ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, 1 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ അവിടെ വീതമൊക്കെ വെക്കുന്ന കാരണം വഴക്കും കാര്യങ്ങളും, അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് കല്യാണം ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ട് ഇവരൊന്നും പറയണില്ലാത്ത സമയത്ത് എനിക്ക് തോന്നി എൻ്റെ പുറകാണെന്ന് ഇങ്ങനെ ചീത്തപ്പേരാക്കണ്ട, അത് കാരണം ഞാൻ ഇനി വരുന്നില്ല, ഇനി ഞാൻ ഗോവയ്ക്ക് പോയാൽ 5 വർഷം കഴിഞ്ഞേ വരുള്ളൂ, ഇനി എന്നെ പ്രതീക്ഷിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പോയ സമയത്താണ് എന്നെയും കൂട്ടി ഇവരുടെ അനിയൻ്റെ വീട്ടിൽ പോയത്. അവിടെ ചെന്ന് 4-ാം ദിവസം അന്ന് തന്നെ അനിയൻ്റെ അമ്മായിമ്മ അന്ന് തന്നെ ഇവരുടെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ എന്നോട് സംസാരിച്ചൊന്നുമില്ല, ഈ ആളുടെ അടുത്ത് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ചീത്തയായിട്ടാണ് പറഞ്ഞത്, നീ ഇവിടുന്നല്ലേ രാവിലെ പോയത്, എന്നോട് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞാലും സമ്മതിക്കില്ല എന്ന് ഇവരതിന് മറുപടിയും പറഞ്ഞു. കഴിഞ്ഞിട്ട് ഇവരുടെ അമ്മ പറഞ്ഞു എന്നെയും കൂട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വരുന്നില്ല, 1 വർഷം നിങ്ങൾക്ക് സമയം തന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നും അംഗീകരിച്ചില്ല, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. അപ്പോൾ അമ്മ അവരുടെ അനിയൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് എനിക്ക് പറയാനുള്ളതെല്ലാം കേട്ടിട്ടാണ് അവർ അങ്ങോട്ട് കൊണ്ടുപോയത്. എൻ്റെ വീട്ടിൽ നിന്ന് ആരുമില്ല, എനിക്ക് എന്തെങ്കിലും പറ്റി എനിക്ക് പോകാനൊരിടയില്ല, എൻ്റെ ജോലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ വന്ന് എല്ലാം പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയത്. പക്ഷെ ചെന്ന് 8-ൻ്റെ അന്ന് തുടങ്ങി വഴക്ക്. 8-ൻ്റെ അന്ന് മുതൽക്ക് എന്നോട് പൊക്കോന്നും പറഞ്ഞ് വഴക്കായിരുന്നു. തിരിച്ചു പൊക്കോന്നും പറഞ്ഞു. അപ്പൊ അവരുടെ അമ്മയും ഈ വലിയ താല്പര്യത്തിലല്ല അത് നടത്തിയത്. അവരാണ് വന്ന് രജിസ്റ്റർ ഓഫീസിൽ പാലാരാമൂര് രജിസ്റ്റർ ഓഫീസിൽ വന്ന് സാക്ഷിയായിട്ട് ഒപ്പിട്ടത് ഇവരുടെ അമ്മയാണ്. പിന്നെ അവരൊക്കെ സ്നേഹമായിട്ടാണോ പെരുമാറിയിരുന്നത്? ഇല്ല, അവരവിടെ ചെന്ന് കഴിഞ്ഞ് 8-ൻ്റെ അന്ന് ഈ ആൾ വഴക്ക് കൂടുമ്പോൾ അവർക്കും താല്പര്യമില്ല ഞാൻ അവിടെ നിൽക്കണമെന്ന്. പക്ഷെ എന്തും പറഞ്ഞാൽ വഴക്കുണ്ടാക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്നോടൊപ്പം കിടക്കാനൊന്നും താല്പര്യമില്ല. 2 വർഷം കഴിഞ്ഞുള്ളത് മൂത്ത മോൻ. പുള്ളി പറയുന്ന എനിക്ക് കുട്ടികളുണ്ടാവും, നിനക്കും ഉണ്ടാവില്ല എന്നും പറഞ്ഞാണ് എന്നെ ആദ്യം ഉപേക്ഷിക്കാൻ തുടങ്ങിയത്. ഉണ്ടാവില്ല എന്ന് എങ്ങനെ മനസ്സിലായി? അവർക്ക് അവരുടെ വല്യപ്പനെ നോക്കാൻ നിന്ന് ഒരു സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ട്. അത് ഞാൻ ചെന്ന് 3 മാസം കഴിഞ്ഞാൽ അറിയണത്. 8 ദിവസം കഴിഞ്ഞപ്പോൾ വഴക്ക് തുടങ്ങി. 2 വർഷം ഇവര് തങ്ങളിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ മനസ്സിലായി ഇവര് പറയണത് എനിക്ക് ഇയാൾ ചീത്ത വിളിക്കുന്ന സമയത്തല്ല എൻ്റെ ഭർത്താവ് പറയണ എനിക്ക് കുട്ടികളുണ്ടാവുന്ന ഉറപ്പാണ്, ഞാൻ തെളിയിച്ചതാ, നിനക്കും ഉണ്ടാവില്ല, നീ മച്ചിയാന്ന്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ടാബ്ലറ്റ് എല്ലാം എടുത്ത് കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ വന്നപ്പം ഈ സാക്ഷിയായിട്ട് വന്ന ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ പണി കാണിച്ചത്, ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും കൂടെ തൊങ്ങില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും കൂട്ടി ഒരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, ഇതുവരെ നിങ്ങൾ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് ചോദിച്ചാൽ അവർ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് അവരും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കുറേ ഉപദേശിച്ച് കഴിഞ്ഞാണ് എന്നോടൊപ്പം താമസിച്ചത്. അങ്ങനെ മൂത്ത മോനുണ്ടായി 68-ാം ദിവസം വീണ്ടും വഴക്കായി. അവിടെ വീട്ടു ജോലിക്ക് തന്നെ ഒരു പുള്ളിക്കാരത്തിയായിട്ട് ഈ പുള്ളി ഒന്നിച്ചാന്നൊക്കെ പറഞ്ഞ് നാട്ടിലെല്ലാം പാട്ടായി. ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, ആണെങ്കിൽ തന്നെ നീ ഇരിക്കേണ്ട, നിനക്ക് പോകാം. ഇവരുടെ അമ്മയാണെങ്കിൽ പറയണത് നിൻ്റെ അടുത്തോട്ട് വരണ്ടോ നോക്കിയാൽ മതി എന്നൊക്കെ അവർ പറയണു. ഇവരെല്ലാവരും മോശം ചെയ്യുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ട എന്നെ പൊക്കോ എന്നാണ് പറയണത്. എനിക്ക് പോകാൻ വേറെ വഴിയില്ലാത്ത തന്നെ വീണ്ടും അവിടെ തന്നെ കഴിഞ്ഞ്. അതിനു മുമ്പ് ഈ കൊച്ചിന് 2.5 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്നെ രാത്രി ഇവരെന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. എൻ്റെ സാധനങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. എൻ്റെ അമ്മേനെ വിളിച്ചു വരുത്തി അമ്മയ്ക്കിട്ട് തൊഴിയെല്ലാം കൊടുത്തു.
8 ദിവസം കഴിഞ്ഞ് വഴക്ക് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. 8 ദിവസം കൊണ്ട് എന്തെങ്കിലും മാറ്റം അത് അവരുടെ അമ്മയായിട്ട് എന്തോ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്നെ കൊണ്ടുപോയത്. എന്താ ഉദ്ദേശിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്? അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇളയ കൊച്ചുണ്ടായി 55-ാം ദിവസം ഞാൻ ഒരിക്കലും കാണരുതാത്ത കാഴ്ച കണ്ടോണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. അതെ, പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷെ എനിക്കൊന്നും അറിയില്ലെന്നോ, അല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളെന്നോ, ഞാൻ അവിടെ വീട്ടുപണിക്കായിട്ട് നിന്നോളെന്നോ, എന്താ ഇവര് പറഞ്ഞു. 8 ദിവസം കൊണ്ട് മാറാവുന്നതായ ഒരു അഭിപ്രായം എന്താണെന്നുള്ള മനസ്സിലാകാത്ത 8 ദിവസം ഞാൻ കൂടെ കിടക്കാൻ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോ മമ്മി വന്നിട്ട് ചോദിക്കണത് നിങ്ങൾ മാത്രമല്ലാട്ട് ഇവിടെ ഉള്ളത്, ഞാൻ ഇറങ്ങി പോണോ എന്നാണ്. അതിനകത്ത് എന്നാന്ന് എനിക്കറിയില്ല. ആ വീട്ടിലെ സൗകര്യങ്ങൾ എങ്ങനെയുണ്ട്? വീടിന് ഞങ്ങൾ കിടക്കണ റൂമിന് വാതിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് കയറി പുള്ളി കുളിക്കൊന്നുമില്ല, കുളിക്കാണ്ട ഇങ്ങനെ വിരിച്ചിട്ടേ കിടക്കണത്. അപ്പം ഞാൻ വെള്ളം കോരി വെച്ചിട്ട് വന്ന് കിടക്കെന്ന് പറയുമ്പോഴത്തേക്കും 1-2 പറയും ചുവര, ചെറിയ വീട്, അപ്പോൾ ഒച്ച പുറത്ത് കേൾക്കാം. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ മമ്മി എന്നോട് അവിടെ ഒച്ച എന്നും പറഞ്ഞിട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്ന അപ്പം തന്നെ മമ്മി എൻ്റെ അടുത്ത് പറയും, സാവി നിങ്ങൾ മാത്രമല്ലാട്ടെ ഇവിടെ ഉള്ളത്, ഞാനും ഒരു കൊച്ചുണ്ട്, ആ കൊച്ചൊന്ന് പഠിക്കുക, എൻ്റെ സെയിം പ്രായം, എന്നിരുന്നാലും അവൻ സ്കൂളിൽ പഠിക്കുക. അപ്പോൾ പറയണം നിങ്ങൾ മാത്രം അല്ലല്ലോ ഇവിടെ ഉള്ളതെന്ന്. എനിക്ക് അതിൻ്റെ അർത്ഥം തന്നെ അറിയത്തില്ല. അതിൽ പകരം അവർക്ക് മകനോട് ചോദിക്കാം, നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കാമായിരുന്നു. ആദ്യത്തെ ദിവസം വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ആ വീട്ടിൽ താമസിച്ചപ്പോൾ അഭയദേവന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇല്ല, വർത്താനമൊക്കെ പറഞ്ഞു, ഫുഡ് സ്നേഹവും കാര്യങ്ങളും ഒക്കെ. നല്ല സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല. അറിയണമല്ലോ, അതെങ്ങനെ അറിയാതെ? എന്നോടും ഒരാൾ നമ്മളോട് സ്നേഹമായിട്ടാണോ പെരുമാറുന്നത്? ഒരു 5 വയസ്സുള്ള പെൺകുട്ടിക്ക് മനസ്സിലാവും, ആൺപിള്ളേർക്ക് മനസ്സിലാവും. എന്നോടും വീണ്ടും ഫുഡ് കഴിക്കാൻ ഒന്നിച്ചിരിക്കും, അത്രേ ഉള്ളൂ. ജോലിയുണ്ടോ ആൾക്ക്? ഭർത്താവിനാ? ഇല്ല, ആ സമയത്തൊന്നും വേറെ ജോലിയൊന്നും ഇല്ല. അവിടെ റബ്ബർ വെട്ടാനുണ്ടായിരുന്നു. ഞാൻ അവർക്ക് പിന്നെ 1.5 ഏക്കർ സ്ഥലത്ത് കൃഷി ഉണ്ടായിരുന്നു അല്ലേ? റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലിക്ക് പോയില്ലെങ്കിലും പോറ്റാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നു. അപ്പൊ അത് കുഴപ്പമില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ആദ്യത്തെ ദിവസം ഫുഡ് കഴിച്ചു, കൂടെ എഴുത്തി ആഹാരം തന്നു, വീട്ടുകാരോടൊക്കെ ആയിട്ട് നല്ല സ്നേഹമായിട്ട് പെരുമാറി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? അത് വളരെ എന്റെ ഒപ്പം കിടക്കില്ല എന്ന് അയാൾ പറഞ്ഞോ? കിടന്നില്ല. പിന്നെ എവിടെ പോയാള്? ആള് തൊട്ടടുത്ത് കട്ടിലേല് ഞാനും കിടന്നു, പാവിരിച്ച് താഴെ കിടന്നു. അതേ റൂമിൽ തന്നെ? അതേ റൂമിൽ തന്നെ. അത് അങ്ങനെ തന്നെ ആയിരുന്നു 8 ദിവസം? അങ്ങനെ തന്നെ കുറെ നാള്, 8 ദിവസം അങ്ങനെ. അത് കഴിഞ്ഞും കുറെ നാള് ഇവര് തന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നും പറഞ്ഞ് മച്ചിന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാന് ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് മച്ചിന്ന് വിളിക്കാൻ. ഒരു ദിവസം 2 ദിവസം അല്ല, 2 വർഷത്തോളം ആയപ്പോഴാണ് വിളിക്കാൻ തുടങ്ങിയത്. ഇപ്പം പറയുന്നത് 2 വർഷത്തെ കാര്യമല്ലല്ലോ. 8 ദിവസം പുള്ളി എന്റെ ഒപ്പം കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. എന്റെ സംശയം, നിങ്ങളുടെ താല്പര്യം കൊണ്ട് മാത്രമാണോ അയാളെ കല്യാണം കഴിക്കാൻ തയ്യാറായെന്നുള്ളത്? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കാം. അതല്ല ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം അടുത്ത് വരികയും നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാകാതെയും ഉള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഞാനാ? ഇല്ല. പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിലും ഗോവയിലും ഒക്കെ ജോലിക്ക് പോയിട്ട് വന്ന സാധാരണ പെൺകുട്ടികളെ കുറിച്ച് അറിവില്ലാത്തവർ പറയുന്ന കുറെ ആരോപണങ്ങളുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ പോയിട്ട് വരുന്ന പെൺകുട്ടികളെ കുറിച്ച് ചീത്തയായിട്ടുണ്ടാകാം, അങ്ങനെയൊക്കെ പലതും പറയും. ഒത്തിരി പ്രാവശ്യം അബോർഷനൊക്കെ നടത്തിയിട്ടുള്ളവരാകാം, ഇവർക്കൊന്നും കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല, ഗൾഫിൽ പോയിട്ടൊക്കെ ജോലിക്ക് കുടുംബത്തിന് വേണ്ടി പാടുവിട്ട് വരുന്ന പെൺകുട്ടികളെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് അങ്ങനെയാ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ? അല്ല, അയാൾ തൊട്ടിട്ടുമില്ല. ഇല്ല, അവരുടെ അമ്മയെ അവര് ഭയക്കുന്നുണ്ട്. അമ്മയെ ഭയക്കുന്നുണ്ട്. അമ്മ ഇന്ന് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കില്ല, ഇന്ന് മൂത്രം ഒഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് അവര് തങ്ങളിൽ എന്തോ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിനെ കുറിച്ച് എനിക്ക് എന്തോ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, കാണാൻ പറ്റാത്ത ഒരു കഴപ്പം. ആ സ്ത്രീയുമായിട്ട് അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തികെട്ട ബന്ധം ഉണ്ടായിരുന്നു. അവര് എനിക്ക് പ്രായം കുറവായത് കാരണം ഇവർക്ക് ഇവരുടെ വല്ലപ്പനെ നോക്കാൻ നിന്ന സ്ത്രീയിലൊരു കുട്ടി ഉള്ളപ്പോൾ തന്നെ അവിടെ നാട്ടിലുള്ളവർ പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, അവർക്ക് അതിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. എനിക്കിപ്പോൾ അതറിയണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കി മാത്രം ഞാൻ ചെന്നുള്ളൂ. എനിക്കിപ്പോഴാണ് അവരെന്താ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഉപേക്ഷിച്ചോടത്ത് എനിക്ക് ചെല്ലേണ്ട ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലാവുന്നു. അല്ല, നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ നമ്മൾ എടുക്കേണ്ട കാര്യം. നാട്ടുകാർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാം, ഛേദമില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. അത് നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട. അങ്ങനെ ചെല്ലാന്നെടുത്ത് നമ്മൾ ചെല്ലേണ്ടിയില്ലായിരുന്നു എന്നുള്ളതൊന്നും അല്ല. നേരത്തെ ഒരു കൊച്ചുണ്ടായിരുന്നെന്ന് പറഞ്ഞത് ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പച്ചക്കള്ളങ്ങളൊക്കെ കഥ ഉണ്ടാക്കി പറഞ്ഞോളേ. അതൊന്നും നമ്മൾ കാര്യമാക്കണം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സ്നേഹമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു, പക്ഷെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ തയ്യാറായില്ല, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള കുറവുണ്ടായിരിക്കണം. നിങ്ങൾക്കറിയത്തില്ല അമ്മയമാനും തമ്മിൽ എന്താ സംസാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ അമ്മയോട് സംസാരിച്ച് എനിക്ക് ഈ പെണ്ണിനെ വേണമെന്ന് പറയുകയും
ഒരു പ്രാവശ്യമേ നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുന്നു കൂട്ടുകാരിയുടെ വീട്ടിൽ വെച്ച്. അല്ല, അതിലെ നാട്ടിലൂടെ പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. കാണും, നാട്ടുകാരാണ് അങ്ങോട്ടും കൂടെ കാണും. അപ്പൊ ഈ കുട്ടിയെ വന്ന് കണ്ടു, കല്യാണം കഴിച്ചു ഒക്കെ ചെയ്തു. പിന്നെ നിങ്ങൾ ജോലിക്ക് പോകുന്നതിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുള്ളിക്ക് ഞാൻ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വന്നത് നിങ്ങളെ ജോലിക്ക് വിട്ട് ഒരു ജോലിക്കാരിയായിട്ട് വീണ്ടും വിട്ട് ആ വരുമാനം കൂടെ ഇല്ല. അപ്പൊ ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഗതിയാണ് പറയുന്നത്. കാരണം നമുക്ക് അവിശ്വസനീയമാണ്. അമ്മയുമായിട്ട് അങ്ങനെ നിങ്ങൾ പറയുന്ന തരത്തിലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഭഗവാനെ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടെങ്കിൽ നിങ്ങളെ അതിന് ഇരയാക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അയാളായിട്ട് തന്നെയാണ് പോയി നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചത്. പിന്നെ നിങ്ങൾ എന്നിട്ട് രണ്ടാമത്തെ കുട്ടി ആയതിനു ശേഷം ഇങ്ങനെ ഒരു സംഭവം കണ്ടതിന് ശേഷമാണോ നിങ്ങൾ പുറത്തേക്ക് വന്നത്? അപ്പോഴല്ല, 2010 2 കുട്ടികളുമായിട്ട്. ഈ സമയത്തൊന്നും ഞാൻ വീട്ടിൽ നിന്ന് വിട്ടു പോകുന്നില്ല. അത് കഴിഞ്ഞ് ഏറ്റവും ഇളയ അനിയനും അവിടെ അടുത്തൊരു സ്ത്രീയായിട്ട് എന്തോ അവിഹിത ബന്ധം പറഞ്ഞുകൊണ്ട് അമ്മയും മോനുമായിട്ട് വഴക്കുണ്ടായി. ഞങ്ങൾ വേറെ പോയി. ഏറ്റവും ഇളയ അനിയനും അവിഹിത ബന്ധം ഉണ്ടോ? ഫാമിലി മൊത്തത്തിൽ ഇങ്ങനെയുള്ള ചീത്തപ്പേരുകളുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ അഭേദമാണോ പറഞ്ഞത് നമുക്ക് പോവാന്ന്? അല്ല, അവിടെ 2 കലത്തിൽ കഞ്ഞി വെച്ച് കുടിച്ച് ഒരു വർഷം 1.5 വർഷത്തോളം ഞാൻ താമസിച്ചു. ആദ്യം എൻ്റെ ഭർത്താവ് പറഞ്ഞു എനിക്കും എൻ്റെ കൊച്ചിനും ഉള്ളത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അവർ തങ്ങളിൽ ഒത്തിട്ട് എന്നെ ഒറ്റയാക്കി. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അമ്മാവന്മാരും അവരും എല്ലാവരും വിളിച്ചു വരുത്തി എന്നാൽ വേറെ പോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. 5 വർഷം ഞാൻ ഇവരുടെ ഒപ്പം ഈ വീട്ടിൽ താമസിച്ചതാണ്. ഈ വേറെ കലത്തിൽ കഞ്ഞി വെക്കാൻ പറഞ്ഞതാരാ? 2 കലത്തിൽ കഞ്ഞി വെക്കാൻ ഞാനും ഉണ്ടാക്കുന്ന ചോറൊന്നും ഏറ്റവും അനിയനും അമ്മയും കഴിക്കുന്നില്ല. 4 ദിവസം 5 ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് 5ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു അവർ ഞാൻ ഉണ്ടാക്കുന്നൊന്നും കഴിക്കുന്നില്ല, നമുക്ക് ഇവിടുന്ന് വേറെ പോകാമെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, നീ എനിക്കും എൻ്റെ കൊച്ചിനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പുള്ളിയാണ് എനിക്ക് കാലം അരിയൊക്കെ എടുത്തു തന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കി. പക്ഷെ 1 മാസത്തോളം അങ്ങനെ കഴിച്ചോളൂ. അതിനിടയ്ക്ക് അവർ തങ്ങളിൽ ഒന്നായി എന്നെ വീണ്ടും ഒറ്റയാക്കി. എന്നിട്ട് ഞാൻ എനിക്ക് ആ വീട്ടിൽ നിന്ന് അപ്പോൾ അവരെനിക്ക് കഞ്ഞി തരില്ലാത്ത സമയത്ത് അവർ വാങ്ങിച്ചിട്ട് വയ്ക്കണ അരിയൊന്നും എനിക്ക് എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ അടുത്തുള്ള കടയിൽ പോയി കടം വാങ്ങി. അവിടെ ചെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു എൻ്റെ പേരിൽ കടമൊന്നും കൊടുത്തേക്കരുത്, ഞാനതൊന്നും വീട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനപ്പോൾ ഇളയ കൊച്ചിനെ ഗർഭിണിയായിരിക്കുമോ. ചെന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പപ്പി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ 10-12 എൻ്റെ സ്വർണ്ണമുണ്ട്, ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരണ സമയത്ത് ഞങ്ങൾ മരിച്ചുപോയ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വരുമ്പം ഞാനിത് വിറ്റിട്ടാണെങ്കിലും കടയിലെ കടം വീട്ടിക്കോളാം, എനിക്ക് സാധനം തരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കിടന്ന് അതിനിടയ്ക്ക് പിന്നെ അമ്മമാരൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇളയ കുട്ടിയുണ്ടായി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ പോയി. അവിടെ അതിനിടയ്ക്കൊക്കെ നല്ല സന്തോഷമായിട്ടൊക്കെ തന്നെ മിണ്ടാണ്ടു തന്നെ നടന്നത്. പോലീസ് സ്റ്റേഷനിൽ വല്ല പരാതി കൊടുത്തിട്ടില്ല, എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടില്ല? ഞാൻ 2010 ഫാമിലി കോർട്ടിൽ മാത്രമേ കേസ് കൊടുത്തു. അതിന് മുമ്പൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭർത്താവിനെ പേടിയാ. എനിക്ക് ആങ്ങളമാരില്ല, അച്ഛനാണ് വയസ്സായ ആളാ. എനിക്ക് വീട്ടിലോട്ടാണെങ്കിലും പോകാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു. വീട്ടിലോട്ട് പോകാൻ പറ്റിയ സാഹചര്യം എന്ന് വെച്ചാൽ എന്താ? വേറെ എന്താണ് അവിടെ ഒരു സാഹചര്യം? വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടത്തിന് ഇറങ്ങി പോയത് കാരണം അവിടെ ചെല്ലുമ്പോൾ അമ്മ വഴക്ക് പറയും. അങ്ങനെ പറയും. ചേച്ചി അപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു, അവർക്ക് കുഴപ്പമില്ലാണ്ട് അവർ താമസിക്കുകയായിരുന്നു. പക്ഷെ ഇതിനകത്ത് എന്തോ ഒരു അവിശ്വസനീയമായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇഷ്ടത്തിന് ഇറങ്ങി പോയി എന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ കൂടെ ഇറങ്ങി എന്ത് വിശ്വാസത്തിന്റെ പേരിൽ പോയി? 1 വർഷത്തിനകം അമ്മ നടത്തി തരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു നടന്നില്ല. നടക്കാത്തതിന് കാരണങ്ങൾ കാണുമല്ലോ, സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടൊക്കെ പ്രശ്നമായതുകൊണ്ടായിരിക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് 8 ദിവസം കഴിഞ്ഞ് വഴക്കുണ്ടായി. അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടായി, 2 കുട്ടികളുണ്ടായി. സ്നേഹമുണ്ടെന്നുള്ളതിന് കുറേയൊക്കെ ലക്ഷണം അവിടെ ഇല്ലേ? നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നോ? എനിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. അപ്പൊ ആരാണേലും കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ നിൽക്കാം. അങ്ങനെ വേറെ ആരോടും കൂടത്തിലൊന്നും ഞാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ വേറെ ആരോടും സ്നേഹത്തിലായിരുന്നോ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്? ഇവര് വന്ന് ചോദിച്ചപ്പോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. വീട്ടില് പറഞ്ഞില്ല, വീട്ടുകാർ സമ്മതിച്ചില്ല ഇറങ്ങി വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ സമയത്ത് അവർക്ക് ഇഷ്ടമില്ല, എന്നിരുന്നാലും ഇറങ്ങി വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇറങ്ങി പോവുകയാണോ ചെയ്തത്? അതെ. ശേഷമാണോ രജിസ്റ്റർ മാരേജ് ചെയ്തത്? അതെ. നിയമപരമായി നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല? അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഞാൻ എൻ്റെ അമ്മാവനെയും എൻ്റെ ബന്ധത്തിലുള്ള ഒരു അമ്മാവനെയും കൂട്ടി ഇവർ വഴക്കു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ എന്നോട് വെച്ചേക്കില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ കൂട്ടി ലീഗലി ഞാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചില മിസ്റ്റേക്സ്, ബ്ലൂപ്പേഴ്സ് അല്ലെങ്കിൽ ഗൂഫപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതല്ല, കുറെ കാലമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ വെറും സില്ലി ആയിട്ട് തോന്നും, അത് പിന്നെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്താണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.